Hello friends, Anis Food and Travel ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഐറ്റമാണ്. അടിപൊളി ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ചക്ക സീരീസിൽ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ചക്ക സീരീസിൽ നമ്മൾ ചക്കക്കുരു സമോസ ചെയ്തു, അതുപോലെ തന്നെ ചക്കക്കുരു പായസം ചെയ്തു, പിന്നെ ചക്ക അട ചെയ്തു, ചക്ക ജാം ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ടാണ് ചക്കക്കുരു കട്ട്ലറ്റ്. അത് ചക്കക്കുരു കട്ട്ലറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ചക്കക്കുരു കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചക്കക്കുരുവിന്റെ സ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചക്കക്കുരുവിന്റെ പേരുദോഷവും നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചക്കക്കുരുവിന്റെ പേരുദോഷമൊക്കെ മാറിയ കൊല്ലമാണ് ഈ 2020 ലോക്ക്ഡൌൺ പീരീഡ്. അതായത് 2020 ലോക്ക്ഡൌൺ പീരീഡ് തുടങ്ങിയത് മുതൽ എല്ലാവരും ചക്കക്കുരുവിന്റെ പിന്നാലെയാണ്. അത് ചക്കക്കുരു കൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള ഓരോരോ ഐറ്റം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കട്ട്ലറ്റ്, അതുപോലെ പായസം, അതുപോലെ സമോസ, അങ്ങനെ പല 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 തരത്തിലുള്ള ഐറ്റങ്ങളും ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കി അതിനെ ട്രെൻഡിങ് ലിസ്റ്റിൽ കയറ്റിയിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. അപ്പോൾ ചക്കക്കുരുവിന്റെ സ്ഥാനം ഇപ്പോൾ പഴയ ആ സ്ഥാനത്തല്ല ഇരിക്കുന്നത്. ചക്കക്കുരുവിന്റെ പേരുദോഷമൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് ചക്കക്കുരു കട്ട്ലറ്റ് ആണ്. അപ്പോൾ ചക്കക്കുരു കട്ട്ലറ്റിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറയാം. നല്ല വേവിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരുവാണ് വേണ്ടത്. അതായത് ചക്കക്കുരു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചക്കക്കുരുവിന്റെ പുറമേ ഉള്ള ഒരു വൈറ്റ് കളറുള്ള വെള്ള കളറുള്ള ഒരു ചൂളി ഉണ്ടാവും. ആ ചൂളി അങ്ങനെ തന്നെ നമുക്ക് പൊളിച്ചു കളയണം. അത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അത് വേണമെങ്കിൽ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും വൈറ്റ് കളറിലുള്ള ഒരു ചക്കക്കുരുവിന്റെ പൊടിയായിരിക്കും കിട്ടുക. അഥവാ നിങ്ങൾക്ക് അത് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ആ ചക്കക്കുരുവിന്റെ തൊലിയിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചക്കക്കുരുവിന്റെ ആ ബ്രൗൺ കളറിന്റെ തൊലി കളയരുത്. അത് വെച്ച് നിങ്ങൾക്ക് അതേപോലെ തന്നെ ചക്കക്കുരുവിനെ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം അതിനെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചക്കക്കുരു ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വേണ്ടത്. ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ സാധാരണ മസാലകളായ പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഉപ്പ്, ഈ ഒരു സാധനങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുരു കട്ട്ലറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു കട്ട്ലറ്റ് ആണ്. അത് നമ്മൾ നല്ല പുറമേയുള്ള വൈറ്റ് കളറിലുള്ള ചൂളിയൊക്കെ കളഞ്ഞ് ആ തൊലിയോട് കൂടി വേവിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരുവാണിത്. അതിനുശേഷം നമ്മൾ ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചക്കക്കുരുവിൻ്റെ തൊലി അതേപോലെ തന്നെ കീപ്പ് ചെയ്യാം. തൊലി എന്ന് പറയുന്നത് ബ്രൗൺ കളറുള്ള തൊലിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പ്യുവർ വൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആ തൊലി പൂർണ്ണമായിട്ട് കളയാവുന്നതാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ കറിവേപ്പില വേണം, അതുപോലെ തന്നെ ഇഞ്ചി വേണം, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു 1-2 ഉള്ളി അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു പാത്രം നമുക്ക് അടുപ്പത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നല്ല വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിൽ, അത് നല്ല സ്മെല്ലിന് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നല്ല ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല കിടന്ന് തുള്ളുന്നുണ്ടോ ആ വെളിച്ചെണ്ണയിൽ കിടന്ന്. പിന്നീട് നമ്മൾ ഈ ഉള്ളിയിലേക്ക് കുറച്ച് എന്താണെന്ന് വെച്ചാൽ ആ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും, അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ മസാല ചേർത്ത് കൊടുക്കേണ്ട ടൈമാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അര സ്പൂണും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പെപ്പർ പൗഡറാണ്. നല്ല ഒരു സ്പൂൺ, വലിയൊരു സ്പൂണിൽ നിറച്ചും നമ്മൾ പെപ്പർ പൗഡർ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയും അതായത് നമ്മുടെ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും, ഇഞ്ചിയും, മഞ്ഞൾപ്പൊടിയും, ഉപ്പും പെപ്പർ പൗഡറൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ട് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ചക്കക്കുരുവിലേക്ക് ഈ മസാല നല്ല പിടിച്ച് വരും. മസാല പിടിച്ച് വരുമ്പോഴുള്ള ആ കളറുണ്ടല്ലോ, ചക്കക്കുരുവിൻ്റെ കളറ് തന്നെ വ്യത്യസ്തമായി മാറും. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. അതായത് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾ കണ്ട് പേടിക്കേണ്ട. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഉരുട്ടിയെടുക്കുക എന്നുള്ളത് പേടിക്കേണ്ട. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉരുക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഒന്ന്
ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നല്ലവണ്ണം ഒന്ന് അത് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈസി ആയിട്ടത് എന്താണെന്ന് വെച്ചാൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഉരുട്ടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നതെന്ന്. കുറച്ച് വെളിച്ചെണ്ണ തടവി എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മസാലയൊക്കെ ആ ചക്കക്കുരുവിലോട്ട് പിടിച്ച്. ഇപ്പോൾ ഉള്ളി എവിടെ, ചക്കക്കുരു എവിടെ, എന്താണ് നമ്മുടെ പച്ചമുളക് ഇവിടെ ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. നല്ല മിക്സായി വന്നിട്ടുണ്ട് എല്ലാം. ചക്കക്കുരുവിൻ്റെ കളർ തന്നെ മാറി നല്ല ഒരു യെല്ലോ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ നമ്മുടെ പെപ്പർ പൗഡറും എല്ലാം മിക്സായിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ആ ഒരു ടെക്സ്ചർ ഉണ്ടോ? ആദ്യം തന്നെയുള്ള എത്ര ഡ്രൈ ആയിട്ടായിരുന്നു, ഇപ്പോൾ അത് നല്ല ഒരു കുഴക്കാൻ പറ്റുന്ന രൂപത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയും കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എങ്കിൽ കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അത് കുഴച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ നല്ല ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ചപ്പാത്തി മാവ് പോലെ, ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നമുക്കെന്താണ് ചക്കക്കുരുവിനെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ചക്കക്കുരു, ഉള്ളി ഇതൊക്കെ ചേർത്ത ആ ഒരു മിക്സാണത്. അതിനെ നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട്. അതായത് കൈകൊണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ കുഴക്കാൻ പറ്റില്ല, കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും കുഴച്ച് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂട്ടി ഒന്ന് കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ചെറിയ ചെറിയ ബോൾ ഷേപ്പിലാക്കി മാറ്റാം. അതായത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കി മാറ്റാവുന്നതാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലവണ്ണം ഡ്രൈ ആയിട്ടാണെങ്കിൽ അത് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, വെള്ളം തളിച്ച് കൊടുത്തൊന്ന് വേവിച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. അതിനുശേഷം തണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ മാവ് ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നല്ലവണ്ണം മിക്സ് ചെയ്യണം. അപ്പം ചിലവർ വൈറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് യെല്ലോവും കൂടിയിട്ടാണ്. അപ്പോൾ രണ്ടും കൂടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം യെല്ലോവും എന്താണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചക്കക്കുരു ഇനിവേ ഹെൽത്തിയാണ്, ചക്കക്കുരു ഹെൽത്തിയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയും കൂടിയുണ്ട്. തൊലിയിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൊലി ഒരിക്കലും കളയരുത്. ഇനിയാ നമ്മൾ കട്ട്ലറ്റ് ആക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ മുട്ടയിലേക്ക് മുക്കണം. പിന്നെ വേണ്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രെഡ് ക്രംസ്. അത് നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിലൊന്ന് മുക്കുക. വീണ്ടും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നല്ലവണ്ണം മിക്സ് ചെയ്യുക. വീണ്ടും ഒന്ന് മുട്ടയിൽ മുക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മുക്കി കൊടുക്കാവുന്നതാണ്. അതെന്തിനാണ് വീണ്ടും ഒന്ന് മുക്കി കൊടുക്കുന്നത് വെച്ചാൽ നല്ലവണ്ണം അതിന് ആ ബ്രെഡിൻ്റെ ഇത് പൊതിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ്. അഥവാ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ല, അല്ലെങ്കിൽ ബ്രെഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ റസ്ക് അല്ലെങ്കിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി സ്വീറ്റ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പുറത്ത് കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ട് വരും. ഇപ്പോൾ അതാ എല്ലാ കട്ട്ലറ്റും നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക്. ഒന്നുകിൽ നിങ്ങൾക്ക് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്താലും മതി. അതായത് കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ട, കാരണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല. കുറച്ച് എണ്ണ ഉപയോഗിച്ചതിന് ശേഷം അതിൽ രണ്ട് സൈഡ് മറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡ് മറച്ച് വെച്ചിട്ട് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതിപ്പം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ 3 ചക്കക്കുരു കട്ട്ലറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലവണ്ണം മൊരിഞ്ഞ് വരുന്നുണ്ട്. ആ എണ്ണ കിടന്ന് തിളക്കുന്ന കണ്ടോ, ആ തിളക്കൽ കണ്ടാൽ അറിയാം അതിൻ്റെ ടേസ്റ്റ്. ആ കട്ട്ലറ്റിൻ്റെ കളറ് കണ്ടോ, ശരിക്കും നമ്മളിപ്പോൾ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റ് അല്ലെങ്കിൽ ചിക്കൻ കട്ട്ലറ്റിൻ്റെ ഒക്കെ അതേ കളറിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ അടിപൊളിയാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ഇപ്പോൾ ചക്ക സീസണാണ്. ഇപ്പോൾ ഇതൊരു സീസണലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ചക്കക്കുരു സുലഭമായിട്ടുണ്ടാകും, എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വളരെ എളുപ്പത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാണുമ്പോൾ അപ്പോൾ തുറന്നു വരുമ്പോഴുണ്ടല്ലോ ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണുള്ളത്. ആ കളറും കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ ബീട്രൂട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ വേറെ ഒരു കളറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ആ ഒരു തരത്തിലാണുള്ളത്. അപ്പോൾ സൂപ്പറാണ്, ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഈ ചക്കക്കുരു കട്ട്ലറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ചക്കക്കുരു കട്ട്ലറ്റ് അടിപൊളിയായിട്ടാണ് നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു കാര്യം ഞാൻ അതിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമെന്ന്, കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ചക്കക്കുരു കട്ട്ലറ്റാണിത്. നിങ്ങൾക്ക് അത് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ പല സ്ഥലത്തുനിന്നും കഴിക്കാറുണ്ട് നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ ഇട്ടിട്ടുള്ള കട്ട്ലറ്റ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിക്കൻ ഇട്ടിട്ടുള്ള കട്ട്ലറ്റ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ ബീറ്റ്റൂട്ട് ആകുമ്പോൾ കുറച്ച് ബ്രൗൺ റെഡ് കളറിലുണ്ടാവും. ആ ഒരു കളറിലല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് കഴിക്കുന്ന അതേ കളറിലുള്ള ഒരു കട്ട്ലറ്റാണിത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. കാരണം ഇത് ഈ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ചക്കക്കുരു ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ സമയത്ത് ഒരുപാട് ചക്കക്കുരു നിങ്ങൾക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ചക്ക സീരീസിൽ അടുത്ത് തന്നെ കാണാം. ബൈ.